ഓം നമഃശിവായ. ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് 2025 ഏപ്രിൽ മാസം 14 തീയതി തൊട്ട് 2026 ഏപ്രിൽ മാസം 13 വരെ എങ്ങനെയെന്ന് നോക്കാം. 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച വെളുപ്പിന് 3:21 മേട വിഷു സംക്രമണം. ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷു എന്ന് വിളിക്കുന്നത്. വിഷുക്കണി പോലെ പ്രധാനമാണ് വിഷു ഫലവും. ജ്യോതിഷത്തിൽ വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വിഷു സംക്രമണം അനുസരിച്ചായിരിക്കും വിഷുഫലം. വിഷു സംക്രമണം കണക്കാക്കിയാൽ ഒരു വർഷത്തെ വിഷുഫലം ജ്യോതിഷികൾക്ക് പ്രവചിക്കാൻ കഴിയും. വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയതാണ്. വിഷു സംക്രമണം നടത്തുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂല്യം, മധ്യശൂല്യം, അന്ത്യശൂല്യം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം നടക്കുന്നത്. വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ ആദിത്യന്റെ മേടസംക്രമ സമയത്ത് ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതും ഫലചിന്തയിൽ കടന്നു വരാറുണ്ട്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ജന്മശനി കാലമാണ് നടക്കുന്നത്. എന്നിരുന്നാലും വിഷുഫലം ഗുണപ്രദമാണ്. പരിശ്രമങ്ങൾ ഒട്ടാകെ ഫലപ്രദമാകാം. കർമ്മ മേഖലയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. സ്വന്തം വാക്കുകളും നിലപാടുകളും ഒപ്പമുള്ളവർ സ്വീകരിക്കുന്നതാണ്. എന്നാൽ വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നു ചേരും. സാമ്പത്തിക പുരോഗതി വന്നു ചേരാൻ സാധിക്കും. എന്നാൽ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ പല അപ്രതീക്ഷിത ക്ലേശങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കുന്നത് ഈ കാലയളവിൽ വളരെ നല്ലതാണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത്. നാഡി മർമ്മ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ളതുകൊണ്ട് ആരോഗ്യ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ധനപരമായ ഇടപാടുകൾ നിയമവിധേയമാവാൻ ശ്രദ്ധയുണ്ടാവണം. കിട്ടേണ്ട തുക മുഴുവൻ കിട്ടണമെന്നില്ല. ഗൃഹനിർമ്മാണത്തിന്റെ പുരോഗതി മന്ദഗതിയിലാവും. വയോജനങ്ങൾക്ക് താൽക്കാലികമായി ജന്മനാട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യം ഭവിക്കാം. ജന്മശനി ഉള്ളതിനാൽ വ്യായാമം, ഭക്ഷണ ക്രമീകരണം, പതിവായുള്ള ആരോഗ്യ പരിശോധന എന്നിവ അനിവാര്യമാണെന്നത് മറക്കരുത്. കുടുംബജീവിതത്തിൽ പങ്കാളിയുമായുള്ള സ്വരച്ചേർച്ച മാനസിക വിഷമത്തിന് ഇടയാക്കുന്നതിനായുള്ള യോഗം കാണുന്നത് കൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ എടുത്തു ചാടിയെടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായി തീരുകയും അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ഈ കാലയളവിൽ വന്നു ചേരാം. ഞാൻ എപ്പോഴും ശരി എന്ന ഒരു മനോഭാവം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ കുഴിയിൽ ചാടിച്ചേക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചു പോകേണ്ടത് അനിവാര്യമാണ്. വളരെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് ഈ വർഷക്കാലയളവിൽ നല്ലതാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. അതുപോലെ വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. യാത്രകൾ കൂടുതലായി വേണ്ടി വരുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇത്. അതുപോലെ നിലവിൽ ബിസിനസ് ചെയ്യുന്നവർ പുതിയതായി ആരെയും ബിസിനസ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കരുത്. അത് നഷ്ടത്തിനുള്ള അവസരം വന്നു ഭവിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിനുള്ള അലസത മാറ്റിവെച്ചാൽ നല്ലതായിരിക്കും. വിവാഹം നിലവിൽ നോക്കുന്നവർക്ക് നല്ല അനുയോജ്യമായ പങ്കാളിയെ തന്നെ ലഭ്യമാകും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഉത്രട്ടാതി നക്ഷത്ര ജാതകർ ജന്മജാതകം പരിശോധിച്ച് ദശ, അപഹാരം, ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം വേഗം തന്നെ ചെയ്യുക. തടസ്സങ്ങൾ മാറാനായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. മഹാദേവന് പിൻവിളക്ക്, മുൻവിളക്ക്, ജലധാര എന്നീ വഴിപാടുകൾ സമർപ്പിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക.
ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കണു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.